പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലിബ്രെ ഓഫീസ് ബേസ് ആണ്. DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ലിബ്രെ ഓഫീസ് ബേസ് ആണ്. ഉബുണ്ടുവിൽ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന ലിബ്രെ ഓഫീസ് ബേസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ടത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് നമുക്ക് ഈ എക്സാമിനേഷൻ വരുന്നത് 4 പാർട്ടായിട്ടാണ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആൻഡ് പാർട്ട് ഡി. പാർട്ട് സിയിൽ വരുന്നത് ജിനുക്കാത്ത എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ചും പാർട്ട് ഡി എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് ബേസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അതിലേതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിബ്രെ ഓഫീസ് ബേസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനും ഈ പറയുന്ന ജിനുക്കാത്ത അക്കൗണ്ടിങ് പാക്കേജിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അത് കമ്പൽസറിയാണ്. ബാക്കിയുള്ളതൊക്കെ ഒരുപാട് ചോയ്സ് ഉണ്ട്. 9ഓളം ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ നിന്നും പാർട്ട് ബിയിൽ നിന്നും, അതായത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ചാർട്ട്, ഗ്രാഫ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ, സമ്മ്, ഈഫ്, കൗണ്ട് തുടങ്ങിയിട്ടുള്ള ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ലിബ്രെ ഓഫീസ് കാൽക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പോൾ അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 എണ്ണം വെച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഷുവറായിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ് ഈ ജിനുക്കാത്തയും അതേപോലെ തന്നെ ലിബ്രെ ഓഫീസ് ബേസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സാമിനേഷനൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ലിബ്രെ ഓഫീസ് ബേസ് ആണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ പേറോൾ സിസ്റ്റം ടു ഷോ ദ ഗ്രോസ് പേ ഓഫ് എംപ്ലോയീസ് വിത്ത് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കിവിടെ എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ബേസിക് പേ, എംപ്ലോയി DA, എംപ്ലോയി HRA, ഹൗസ് റെൻ്റൽ അലവൻസ് ആൻഡ് എംപ്ലോയി ഗ്രോസ് പേ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ കോളത്തിൽ എംപ്ലോയി ID എന്ന് പറഞ്ഞ കോളത്തിൽ എംപ്ലോയി IDs തന്നിട്ടുണ്ട്. ഇവിടെ പേരുകൾ തന്നിട്ടുണ്ട്. ബേസിക് പേ അവർക്ക് മേടിക്കുന്ന ബേസിക് പേ തന്നിട്ടുണ്ട്. DAൻ്റെ കോളം ബ്ലാങ്ക് ആണ്, നമുക്ക് കണ്ടുപിടിക്കണം. 12% ഓഫ് BP എന്ന് പറയുന്നുണ്ട്, ഒരു ഹിന്റ് തരുന്നുണ്ട്. ദെൻ എംപ്ലോയി HRA തന്നിട്ടുണ്ട്, എംപ്ലോയി GP തന്നിട്ടില്ല. അപ്പോൾ എംപ്ലോയി GP എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താണ് GP നമുക്ക് കിട്ടുക, അല്ലെ ഗ്രോസ് പേ നമുക്ക് കിട്ടുന്നത്. ബേസിക് പേയും DAയും HRA ഒക്കെ കൂട്ടുമ്പോഴാണ് ഗ്രോസ് പേ നമുക്ക് കിട്ടുക. ഓക്കെ, ഇങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതൊക്കെ തിയറിറ്റിക്കലി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുക. ടേബിൾ കാണാം, ക്വറീസ് കാണാം, ഫോംസ് കാണാം ആൻഡ് റിപ്പോർട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫൗണ്ടേഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ടേബിളാണ്. ടേബിൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. ഫോം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്വറി, അതായത് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ റൺ ചെയ്യും. ഇങ്ങനെ അതിനുശേഷം റിപ്പോർട്ടിൽ പോയിട്ട് ഏത് റിപ്പോർട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ആദ്യം ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എന്താണ്? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫീൽഡ് കണ്ടോ? ഇതൊക്കെ ഫീൽഡ് എന്നാണ് പറയുക. എംപ്ലോയി ID ഒരു ഫീൽഡാണ്, എംപ്ലോയി നെയിം ഒരു ഫീൽഡാണ്, എംപ്ലോയി BP ഒരു ഫീൽഡാണ്, DA, HRA, GP ഇതൊക്കെ ഒരു ഫീൽഡാണ്. അപ്പോൾ 6 ഫീൽഡ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ടേബിളിലേക്ക് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അതൊരു ഫൗണ്ടേഷൻ, ഒരു സ്ട്രക്ചർ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ടേബിൾ യൂസിങ് ഡിസൈൻ വ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന അതേപടിയായിട്ടുള്ള ഇൻഫർമേഷൻ എംപ്ലോയി ID, എംപ്ലോയി നെയിം എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്സ് ലോക്ക് ഇട്ടിട്ട് EMB_ID. EMB_ID ഇവിടെ നിങ്ങൾ ഫീൽഡ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഏത് ഫീൽഡാണ് ചോദിക്കുന്നുണ്ട്. ഇതൊരു നമ്പർ അല്ലേ തന്നിരിക്കുന്നത്, ഇത് കംപ്ലീറ്റ് നമ്പർ ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നമ്പറായിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ N എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്താൽ മതി, നമ്പർ ആയിക്കോളും. അടുത്തത് നമുക്ക് EMB നെയിമാണ്, employee_name. അതെന്താണ്? അത് ടെക്സ്റ്റ് ആണല്ലോ, അല്ലേ? അതൊരു ടെക്സ്റ്റാണ് വരേണ്ടതാണോ? ഇതൊരു ടെക്സ്റ്റാണ്, അതായത് ഓരോ പേരുകളാണ്. അപ്പോൾ ആൽഫബറ്റ്സ് ആയതുകൊണ്ട് നിങ്ങളവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് എംപ്ലോയി BP, EMB_BP. അപ്പോൾ BP എന്താണ്? അവിടെ നമ്പർ അല്ലേ? അപ്പോൾ നമ്പർ ആയതുകൊണ്ട് N എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് DA എന്ന് പറഞ്ഞു. ഇത് നമ്മളിവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും തരാത്തത് കൊണ്ട് ഇത് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ പേറോൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ
ഇത് പ്രിപ്പയർ ചെയ്താൽ മതി. ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫീൽഡ് നെയിം നമുക്ക് ഇവിടെ കൊടുക്കണ്ട. അപ്പോൾ DAയും GPയും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ HR ക്രിയേറ്റ് ചെയ്യുക, EMB_HR. ഓക്കെ, അതെന്താണ്? അതും നമ്പറാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങളിത് സേവ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും പേരിൽ സേവ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പേരിൽ തന്നെ സേവ് ചെയ്യുക. ഞാനിവിടെ ടേബിൾ 1 എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്, ആ പേരിൽ തന്നെ ഞാൻ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, നോ പ്രൈമറി കീ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുക. ഇത് എംപ്ലോയി IDയിൽ പോയിട്ട് പ്രൈമറി കീ സെറ്റ് ചെയ്ത് കൊടുക്കുക. എംപ്ലോയി IDയിൽ പോയിട്ട് പ്രൈമറി കീ സെറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും സേവ് ചെയ്തു ടേബിൾ 1. ഓക്കെ, ഇനി ഇതൊന്ന് ലാർജ് ചെയ്ത് അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുക. ഇനി ഇത് ക്ലോസ് ചെയ്യുക. ഇനി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ടേബിൾ കാണാൻ പറ്റും. ഇനി നിങ്ങൾ നേരെ ഫോമിലേക്ക് പോവാം. ഓക്കെ, ഫോമിൽ യൂസ് വിസാർഡ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം. എന്നിട്ട് ഈ തന്നിരിക്കുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ ഫീൽഡ് ഉണ്ടല്ലോ, എംപ്ലോയി ID, നെയിം, BP, HR, ഇതെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഇൻ്റർഫേസിലാണോ നമുക്കിത് വേണ്ടത് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഫോം അതെങ്ങനെ വേണമെന്നുള്ളത്, ഇങ്ങനെ വേണോ അതോ ഇങ്ങനെ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഫിനിഷ് അടിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡാറ്റ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അങ്ങോട്ടേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ തന്നിരിക്കുന്നത്. അപ്പോൾ 101 തൊട്ടിട്ട് 105 വരെ. അപ്പോൾ ഓരോന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ 101 കാർത്തിക്, നെയിം കാർത്തിക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻ്റർഫേസ് തിരഞ്ഞെടുക്കാം കേട്ടോ. അറേഞ്ച്മെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞാനിങ്ങനെ ഒരെണ്ണം എടുത്തോന്നേ ഉള്ളൂ. അടുത്തത് BP 48,000, 48,000. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതേപടി എൻ്റർ ചെയ്യുക. HR 4,800, 4,800. എന്നിട്ട് നിങ്ങൾ എൻ്റർ അടിക്കുക. ഓക്കെ, അടുത്തത് ഇതിലേക്ക് പോവുക. 1002 കവിത, 1002 കവിത. എംപ്ലോയി ബേസിക് പേ എത്രയായിരുന്നു? 40,000, 4,000. 40,000, 4,000. ഓക്കെ, അത് എൻ്റർ അടിക്കുക. അടുത്തത് 1003 വേദ. എംപ്ലോയി BP 85,000, 8,500. 85,000, 8,500 അടിക്കാം. അടുത്തത് 1004 അനൂപ്. 1,03,000. 103 ബേസിക് പേ HR വരുന്നത് 10,000. അടുത്തത് 1005 ദീപക്. 72,000, 7,200. അപ്പോൾ ഞാൻ ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ കണ്ടോ, ഇവിടെ ഫോം വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്വറി എടുക്കുക. ക്രിയേറ്റ് ക്വറി യൂസിങ് ഡിസൈൻ വ്യൂ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഉണ്ടല്ലോ അത് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യുക. ഇനി പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇനി നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന ഈ ഫീൽഡ് എല്ലാം ഇങ്ങോട്ടേക്ക് വീണ്ടും ആഡ് ചെയ്യണം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എംപ്ലോയി ID ഡബിൾ ക്ലിക്ക് ചെയ്യുക, എംപ്ലോയി നെയിം ക്ലിക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് BP ക്ലിക്ക് ചെയ്യുക. ഇതേ ഓർഡറിൽ ഇതിനെ വരുത്തുക. എംപ്ലോയി ID കഴിഞ്ഞ് നെയിമാണ്, BP ആണ്. അത് കഴിഞ്ഞ് കണ്ടോ DA അല്ലേ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? DA ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് HR, അത് കഴിഞ്ഞിട്ടാണ് GP. അപ്പോൾ എംപ്ലോയി ബേസിക് പേ കഴിഞ്ഞാൽ DA വരണം. ഓക്കെ, ശ്രദ്ധിച്ചോ, എംപ്ലോയി ബേസിക് പേ കഴിഞ്ഞാൽ DA വരണം. ഇത്രയും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം F5 ക്ലിക്ക് ചെയ്യുക. F5 നിങ്ങൾ പ്രസ് ചെയ്യുക. കീബോർഡിൽ F5 എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. അത് റണ്ണ് ചെയ്യാനുള്ള, ഈ ക്വറി റണ്ണ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. അപ്പം ഇവിടെ നിങ്ങൾ കണ്ടോ, നമ്മൾ കൊടുത്തിടത്തോളം, നമ്മൾ എൻ്റർ ചെയ്തോളം ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. എംപ്ലോയി ID വന്നു, നെയിം വന്നു, BP വന്നു. ഇനി നമുക്ക് വേണ്ടത്
എന്താണ് നമുക്ക് വേണ്ടത്? DA ആണ്. DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12%, BP-യുടെ 12%. അപ്പോൾ ഇവിടെ ഏലിയാസ് എന്ന് പറഞ്ഞിട്ടൊരു റോ കണ്ടോ? ഏലിയാസ് എന്ന് പറഞ്ഞൊരു റോ താഴെ ഫീൽഡ് കഴിഞ്ഞ് ഏലിയാസ് എന്ന് പറഞ്ഞിട്ട് റോ ഉണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് അതിന് പേര് കൊടുക്കുക. EMB പേരാണ് കൊടുക്കേണ്ടത്. EMB_DA. ഓക്കെ. ഇനി ഇവിടെ ഫീൽഡിൽ വന്നിട്ട് നിങ്ങൾ അതിൻ്റെ ക്വറി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതായത് എംപ്ലോയി DA എന്ന് പറയുന്നത് BP-ൻ്റെ ബേസിക് പേൻ്റെ 12%. അപ്പോൾ നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക EMB_BP × 12/100. എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കിക്കേ. അവിടെ DA വന്നോ നോക്കിക്കേ. അവിടെ നിങ്ങൾക്ക് കാണാം DA ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എംപ്ലോയി HRA ആണ് വേണ്ടത് അല്ലേ? എംപ്ലോയി HRA. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ടേബിൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ആ ടേബിൾ ഇവിടെ ഉണ്ട്. ആ ടേബിളിൽ HRA ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ വന്നു, HRA വന്നു. അത് റൺ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഗ്രോസ് പേ ആണ്, GP അല്ലേ? ഗ്രോസ് പേ ആണ് നമുക്ക് വേണ്ടത്. വീണ്ടും നമ്മളത് പേര് ടൈപ്പ് ചെയ്യുക EMB_GP. എന്നിട്ട് എന്താ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് അറിയണം. ഇതെന്താണ്? ബേസിക് പേയും DAയും HRA കൂടെ കൂട്ടുമ്പോഴാണ് GP വരിക എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെക്കുക, പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ BP അല്ലേ? EMB ഇവിടെയാണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. EMB_BP പ്ലസ് അല്ലെ കൂട്ടണം. അടുത്തത് നിങ്ങൾ ഒരിക്കലും EMB_DA എന്ന് പറഞ്ഞ് കൊടുക്കരുത്, അത് തെറ്റിപ്പോവും. അവിടെ നമ്മൾ ആ കൊടുക്കേണ്ട ആ ആ ഫീൽഡിൽ കൊടുത്തിരിക്കുന്ന ആ ക്വറി തന്നെ നിങ്ങളവിടെ റൺ ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ. EMB പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ. EMB_BP × 12/100 പ്ലസ് EMB_HRA. ഓക്കെ. എന്നിട്ട് അത് റൺ ചെയ്തേക്ക്. അവിടെ നമുക്ക് ആൻസർ വന്നു. ഓക്കെ. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതേപടി നമ്മൾ ഇൻപുട്ട് ചെയ്തു. അതിൻ്റെ ആൻസറും നമുക്ക് കിട്ടി. നോക്കിക്കേ, ആൻസറും കിട്ടി. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എംപ്ലോയി ID നമ്മൾ ഇൻപുട്ട് ചെയ്തു. എംപ്ലോയി നെയിം അതേപടി വന്നു. എംപ്ലോയി BP വന്നു. DA 12% എന്ന് പറഞ്ഞു, അതിവിടെ വന്നു. എംപ്ലോയി HRA ഓൾറെഡി ഉണ്ട്. എംപ്ലോയി GP അത് നമ്മളിവിടെ കൊടുത്തു. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോ. നിങ്ങളിത് ഇപ്പോൾ വീഡിയോയ്ക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാവുന്നതാണ്. Query 1 Query 2 നമുക്ക് ഇഷ്ടമുള്ള പേരിലതിട്ട് സേവ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കാണിക്കേണ്ടത്. ഈ ഒരു ഏരിയയാണ് നിങ്ങൾ ടീച്ചറിനെ കാണിക്കേണ്ടത്. ഇതാണ് ഔട്ട്പുട്ട്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ നമ്മൾ ഇത് തന്നെ ഈ പറയുന്ന ഓഫീസ് ബേസിലെ ബാക്കി 2 പ്രോബ്ലം അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.